നമസ്കാരം. 2026 ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. വിശാഖം നക്ഷത്രക്കാർക്ക്, ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 ജൂൺ 2 മുതൽ വ്യാഴം 9-ലും ശനി 5-ലും രാഹു 4-ലും കേതു 10-ലുമാണ് ഗോചരം ചെയ്യുന്ന ഒരു വർഷമാണ്. സാമ്പത്തിക പരാധീനത ഉണ്ടാകാം. ഈ വർഷത്തെ അപേക്ഷിച്ച് സാമ്പത്തിക പരാധീനത അങ്ങനെ തന്നെ നിലനിൽക്കുന്നൊരു വർഷമാണ്. ഈ സാമ്പത്തിക പരാധീനത ധാരാളമായിട്ട് നേരിടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയേറെ മാനസിക ബുദ്ധിമുട്ടുകളും മനോദുഃഖങ്ങളും ഉണ്ട്. ബന്ധുക്കളുമായിട്ടൊക്കെ കലഹത്തിന് സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ശത്രുക്കൾ നിങ്ങളെ ശല്യം ചെയ്യാനൊക്കെ സാധ്യതകൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ശല്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ കൂടുതൽ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ഏകീകരിക്കുക. ചില ശത്രുക്കൾ നിങ്ങളെ മനോബലം കെടുത്തുന്ന രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതകൾ കാണുന്നുണ്ട്. വ്യാപാര വ്യവസായികൾക്കൊക്കെ തൊഴിൽ തർക്കങ്ങളും അർത്ഥനാശവും ഒക്കെ വന്നു ഭവിക്കാം. വരവ് ചെലവുകൾ തുല്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് അശ്രാന്ത പരിശ്രമം ചെയ്യേണ്ടി വരുന്നതാണ്. ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങാനൊക്കെ കഴിയും. കാരണം ഈ വർഷം തീരുമെന്ന് വിചാരിച്ചിരുന്ന ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ പറ്റാതെ അടുത്ത വർഷം പൂർത്തീകരിക്കാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ചിങ്ങമാസത്തിലെങ്കിലും 2026 ഓണത്തിനെങ്കിലും നിങ്ങൾക്ക് ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് താമസയോഗ്യമാകുന്നതാണ്. ശത്രുക്കളുടെ ശല്യം മൂലം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെച്ച് അന്യദേശവാസമൊക്കെ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം. ദാമ്പത്യത്തിൽ ഭാര്യയുമായിട്ടോ ഭർത്താവുമായിട്ടോ ഒക്കെ ദാമ്പത്യ തർക്കം, അതായത് ദാമ്പത്യ ദുരിതമൊക്കെ നിങ്ങൾക്കുണ്ടാകാം. അതുകൊണ്ട് വീട്ടിലൊക്കെ ആണെങ്കിലും നിങ്ങളൊരു മനോബലം കൈവിടാതെ സംയമനം പാലിക്കുന്നത് നന്നായിരിക്കും. വ്യക്തി ജീവിതത്തിൽ വ്യക്തി വിജയത്തിനായിട്ട് ധാരാളം അവസരങ്ങൾ മുന്നിലുണ്ടെങ്കിലും ചില സമയത്ത് നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ കാരണം ചിലപ്പോൾ പലതും നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരാം. അല്ലാതെ നിങ്ങൾ അതിനെയൊക്കെ ഒന്ന് നേരിടുക, പ്രതിബന്ധങ്ങളെയൊക്കെ ഒന്ന് വെല്ലുവിളികളായിട്ട് നേരിടുക. നന്നായി വരുന്ന കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മുന്നിൽ. അതിനെ കണ്ടെത്തി അതിനുവേണ്ടി സമയവും പണവും ചെലവഴിക്കാൻ ശ്രമിക്കാം. ശമ്പള വർധനവ് മൂലം ഈ വർഷാവസാനം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഉദ്യോഗ രംഗത്തിരിക്കുന്നവർക്ക് ശമ്പള വർധനവോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. വിദേശത്തുള്ളവർക്കാണെങ്കിലും പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയും. ഇതുവരെ ശമ്പളത്തിൽ വലിയ മാറ്റമൊന്നും ഇല്ലാതിരുന്നവർക്ക് ശമ്പളത്തിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വിദേശത്ത് വസിക്കുന്നവർക്കുണ്ടാകാം. ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ മനസ്സ് വെമ്പൽ കൊള്ളുമെങ്കിലും വർഷാവസാനം 1-2 കാര്യം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ അതിലേക്കായിട്ട് കാര്യങ്ങളെ ഒന്ന് കൊണ്ടുവന്നെത്തിക്കുന്ന രീതിയിൽ ശാരീരിക മാനസിക കാര്യങ്ങളൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി വയ്ക്കുക. ക്രമാതീതമായിട്ടുള്ള ചെലവുകൾ ചിലപ്പോൾ വർദ്ധിക്കാം. ആശുപത്രിവാസമോ കുട്ടികളുടെ പഠന ചെലവ്, അതുപോലെ തന്നെ ബന്ധുക്കളുടെ ആവശ്യങ്ങൾ, ഇതൊക്കെ വന്നിട്ട് ചെലവുകൾ ഒരുപാട് വരാം. അപ്പോൾ ആ ചെലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ നമുക്ക് ഇപ്പുറത്തുനിന്ന് പണം നമുക്ക് സോഴ്സ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാകാം. വർഷാവസാനം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസരത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതാണ്. പുതിയ തന്ത്രങ്ങളും ബിസിനസ് നയങ്ങളും ഒക്കെ ആവിഷ്കരിച്ച് നല്ല രീതിയിൽ നമ്മുടെ വ്യാപാര വ്യവസായ രംഗം ഉണർത്താനായിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും.